ഇന്ന് നമ്മളൊരു അടിപൊളി ഹണി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടോ നോക്കുന്നത്. ഇനി ഒരു ചട്ടി ചെയ്തിട്ടായിരിക്കും നമുക്ക് ലെഗ് പീസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് മസാല പറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് പാകത്തിന് മുളക് പൊടിയും കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കാം. ഇനി കുറച്ച് അരിപ്പൊടിയും പിന്നെ കോൺഫ്ലോറും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതൊരു അരമണിക്കൂർ സെറ്റാകാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഇത് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്യാൻ. അപ്പോൾ ചിക്കൻ നല്ലപോലെ സോഫ്റ്റ് ആവും. ചിക്കനൊക്കെ ഫ്രൈ ചെയ്തതിനു ശേഷം നമുക്കൊരു സോസ് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഒരു ബൗളിലേക്ക് ഇത്തിരി കെച്ചപ്പും ഇത്തിരി ഷുഗറും സോയ സോസും ഇത്തിരി സാൾട്ടൊക്കെ ആഡ് ചെയ്ത് കുറച്ച് വിനാഗിരിയും 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കട്ടോ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കുറച്ച് ചോപ്ഡ് ഗാർലിക്കും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് സോസും കൂടി ഒഴിച്ചൊന്ന് കുറുകാൻ പറ്റും. തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ആഡ് ചെയ്യാം. സോസായിട്ട് ചിക്കൻ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ചുകൂടി ഫ്ലേവർ കിട്ടാൻ കസൂരി മേത്തും കൂടി ആഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഹണി ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് കേട്ടോ. ഇതിൻ്റെ ഒപ്പം വേറൊരു കോംബോ ആവശ്യമില്ല, വെറുതെ കഴിക്കാനായാലും അടിപൊളിയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.